ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ എത്ര പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും ജീവിച്ചിട്ടുണ്ട്? ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് തൊട്ട് ഞാൻ തുടങ്ങും, എനിക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാനായിട്ട്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. നമ്മുടെ സുഖവും സന്തോഷവും എല്ലാം നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ മക്കളോ ആരെങ്കിലുമൊക്കെ കണ്ടെത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മളെ കൊണ്ടുള്ള മുതലെടുപ്പ് തീർന്നു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വേണ്ട. വെറും കറിയിലെ കറിവേപ്പില. എൻ്റെ ഒരു അനുഭവമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം കൂടെ വെച്ചാണ് ഞാനിത് പറയുന്നത്. അവരുടെ പേരൊന്നും പറയുന്നില്ല. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം. വേറെ അത്യാവശ്യം ഒരു മെയിൻ പോയിൻ്റാണ് എനിക്ക് ഞാൻ നിങ്ങളോട് പറയേണ്ടതുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് സമ്പാദിച്ച് കാശ് കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിലോട്ട് മുടക്കും, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുടക്കും. മക്കളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പോലും ചോദിക്കത്തില്ല. കാരണം നമ്മൾ ഓർക്കുന്നത് നമ്മൾ ജനിച്ചു വളർന്ന കാലഘട്ടമല്ല ഇത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മക്കൾ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിച്ച് അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മളിത് ചോദിച്ചറിയാതെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്ന കാശ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പലിശയ്ക്കെടുത്തും പണയം വെച്ചും അടുത്തു നിന്നൊക്കെ വായ്പ മേടിച്ചുമൊക്കെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും. ഇനിയുള്ള നമുക്ക് കാരണന്മാർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. ഒരാവശ്യം കുഞ്ഞുങ്ങൾ വന്ന് കൂടുതലായിട്ട് പറയുമ്പോൾ നമ്മളത് തിരക്കണം. കോളേജിലാണ് കോളേജിൽ പോയി തിരക്കണം, സ്കൂളിലാണ് സ്കൂളിൽ പോയി തിരക്കിയിട്ട് ആവശ്യമെന്ന് കണ്ടാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആവശ്യം സാധിച്ചു കൊടുക്കണം. അല്ലാതെ സാധിച്ചു കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ വഷളാക്കുന്നത്. 10,000 രൂപയുടെ മൊബൈലിനും 1,00,000 രൂപയുടെ മൊബൈലിനുമെല്ലാം ഒരു ഉപയോഗമാണ്. ശരിയാണോ? എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടതിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. സാധാരണക്കാരൻ്റെ മക്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്ന് പറഞ്ഞാൽ 1,00,000-ൻ്റെ 1,50,000-ൻ്റെ ഒക്കെ ഐഫോണ്. അത്യാവശ്യം ജീവിക്കാൻ സാഹചര്യം ഉള്ള ഒരു വീട് കുടുംബത്തിലെ മക്കളുടെ കയ്യിലിരിക്കുന്ന 10,000-20,000 അല്ല കൂടി വന്ന് 25,000 രൂപയുടെ മൊബൈൽ. മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കൾ മറ്റുള്ള മക്കളെ ഒപ്പം നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മക്കൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷേങ്കിൽ ആ സ്വാതന്ത്ര്യം മക്കൾ ദുർവിനിയോഗം ചെയ്യുന്നത്. അവർ പിന്നെ ലഹരിക്കൊക്കെ അടിമയായി പോകുന്നത്. പിന്നെ നമ്മൾ മക്കളെ പേടിക്കണം. എപ്പോഴാ ചുറ്റിയും കൂടെ കൊണ്ട് നമ്മളെ കിടയടുത്തോട്ട് കയറി വരുന്നത്. നമ്മളോട് ആവശ്യപ്പെടുന്ന എമൗണ്ട് ചിലപ്പോൾ നമുക്ക് പ്രായമാകും തോറും നമുക്ക് പണിയെടുക്കാനും കാശ് സമ്പാദിക്കാനും ഒക്കെ പറ്റാതെ വരും. അപ്പം നമ്മുടെ തലക്കെട്ടടിക്കാനും കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്ത് എഴുന്നേക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, 1000 രൂപയ്ക്ക് പണിതാലും 500 രൂപയ്ക്ക് പണിതാലും 1000 രൂപയ്ക്ക് പണിതാലും ഒരു 200 രൂപ നമ്മുടെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇടുക. 500-ന് പണിതാൽ 100 രൂപയ്ക്കെങ്കിലും മാറ്റിയിടുക. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു മേലാഴി വന്നാൽ ഒരു ഓട്ടോ വിളിച്ച് നമ്മളെ അയലോക്കംകാരെങ്കിലും കൊണ്ടുപോകും ഒരു ആശുപത്രി. ശരിയല്ലേ ഞാൻ പറയുന്നത്? എല്ലാം നമ്മുടെ കുടുംബത്തോട് മുടക്കി വന്നു കഴിയുമ്പോൾ, ഇതൊന്നും അല്ലാത്ത പ്രശ്നമില്ലാത്ത കുടുംബത്തെ മക്കൾ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അതുവരെ ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും നമ്മളിൽ അവർ കണ്ടുപിടിക്കും. പിന്നെ അവർ കാണുന്നത് അവരുടെ കണ്ണിക്കൂടെ അല്ല, പിന്നെ ഈ വരുന്ന പെണ്ണുങ്ങളുടെ കണ്ണിക്കൂടെയാണ് അവർ നമ്മളെ കാണുന്നത്. അവരുടെ ചെവി കൂടെ പറയുന്നതാണ് അവന്മാർ കേൾക്കുന്നത്. കാണുന്നതും കേൾക്കുന്നതല്ല അവരിലൂടെ. പിന്നെ നമുക്കില്ലാത്ത കുറ്റങ്ങളില്ല, കുറവുകളില്ല, ഒന്നുമില്ല. അവർക്ക് പിന്നെ നമ്മൾ ആരാണെന്നറിയാവോ? ശമ്പളം പറ്റാത്ത ഒരു വേലക്കാരി മാത്രമായിട്ട് തീരും. പിന്നെ അതും ചെയ്യാൻ മേലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഏതെങ്കിലും സർക്കാർ സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയി തള്ളിക്കളയും. ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? എൻ്റെ വീട്ടിലെ എൻ്റെ അനുഭവമുണ്ട്. എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെയുണ്ട്. എനിക്കങ്ങനെ തള്ളാനും കൊല്ലാനും ഒന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞങ്ങളെ. അതുകൊണ്ട് എൻ്റെ അമ്മച്ചീനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പം നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ നോക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോൾ ഒരു 100 രൂപയുടെ യാത്രയ്ക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്തൊരു സ്ഥലം, നമ്മൾ ആ 100 രൂപയും കൊണ്ട് നമ്മൾ പോയിരിക്കണം. അതല്ല നമുക്കൊരു ഫ്ലൈറ്റ് കയറണമെന്നുണ്ടോ? നമ്മൾ എങ്ങനെയെങ്കിലും മക്കളെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി നമ്മൾ ഒന്ന് പോയിരിക്കണം. നമ്മൾ കിടന്നു പോയി കഴിഞ്ഞാൽ ഇതൊന്നും പറ്റത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു 1 ഡേ ടൂറൊക്കെ നമ്മൾ പോകണം. നമ്മൾ എത്ര പേര് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് ഇനി നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കണം. ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം കേട്ടോ. ഇതൊന്നും നമുക്ക് സമയം പോയിട്ടില്ല. നമുക്ക് ഇപ്പോഴെങ്കിലും നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകണം.
ഇപ്പോഴെങ്കിലും ഈ തിരിച്ചറിവുണ്ടായാലും പിന്നെ നമുക്ക് എന്ന് തിരിച്ചറിവുണ്ടാകാൻ ആർക്കും വേണ്ടിയിട്ട് ഒന്നും സമ്പാദിക്കേണ്ട. നമ്മുടെ മക്കളെ നമ്മൾ കണ്ടു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. നമ്മൾ കാണാത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്തു വെക്കണ്ട. ഒന്നാമത്തെ കാര്യം അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ അറിയത്ത് പോലും ഇല്ലായിരിക്കും ഇത് ആരാണെന്ന് പോലും. കുറച്ചു കാലം നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോയൊക്കെ കാണും. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ആരൊക്കെയാന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ പോലും എടുത്ത് ആ മക്കളെടുത്ത് കുപ്പത്തൊട്ടിലോട്ട് എറിഞ്ഞ് ദൂരക്കളയും. അപ്പം നമ്മുടെ മക്കളും കഷ്ടപ്പെട്ട് വേണം ജീവിക്കാനായിട്ട്. കാശിൻ്റെ വില അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മക്കളും കാരണന്മാരുടെ നേരെ തിരിയത്തില്ല. അവരുടെ നേരെ കൊടുവാളും മഴവും ചുറ്റികയും ഒന്നും എടുക്കത്തില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. മക്കൾ പ്രായമായിട്ടുണ്ട് ഇങ്ങനെയുള്ള വീടുകളിൽ നമുക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ച് കിടന്നുറങ്ങാൻ പറ്റുമോ? മരണഭയം കാരണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പ് കൈ നീട്ടുന്ന അർഹരെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും വേണ്ടിയിട്ട് ചെയ്യുക. ഒരു നേരത്തേന് നമ്മളെ അവർ വല്ലപ്പോഴെങ്കിലും ഒന്ന് ഓർക്കും. ഇതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജീവിച്ച് നോക്കിക്കേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഓക്കേ.